നമസ്കാരം. ഞാനിപ്പോൾ ഇന്ന് രാവിലെ ആലോചിച്ചേ എന്താ നിങ്ങളോട് പറയണ്ടേന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പം ഞാൻ ഓർത്തു, നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുടെ ഇടയിലല്ലേ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത്, ഇല്ലേ? മനുഷ്യരുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് നെഗറ്റീവ്. പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു കുറച്ച് പേരേ ഉണ്ടായിരിക്കുള്ളൂ. എന്നാലും അവരുടെ ഉള്ളിലും നമ്മുടെ ഉള്ളിലാണെങ്കിലും ഒരു നെഗറ്റീവ് ഇടയ്ക്കിടയ്ക്ക് കയറി വരാറുണ്ട്, ഇല്ലേ? ചില സമയങ്ങളിൽ. അപ്പം അവരുടെ സംസാരങ്ങളെല്ലാം തന്നെ മിക്കവാറും തന്നെ നെഗറ്റീവായിരിക്കും. അതായത് ഇപ്പം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊരു നല്ല സാരിയൊക്കെ ഉടുത്തുകൊണ്ട് ഉടുക്കുക, നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് ഉടുത്തു, നല്ല വൃത്തിയായിട്ട് നമ്മൾ മേക്കപ്പും ഒക്കെ ചെയ്ത് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു കോൺഫിഡൻസ്, നല്ല രസം എന്നെ കാണാൻ എന്നിങ്ങനെ ചിന്തിച്ചായിരിക്കും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ പറ്റുന്നത്? ആരെങ്കിലും രണ്ടുപേരെ കാണുമ്പോഴത്തേനും കൊള്ളാട്ടോ എന്ന് പറയും. അതിനകത്ത് ഒരാൾ പറയേ, ഈ കളറ് നിനക്ക് ചേരില്ല, നീ ഉടുത്തിട്ട് ഒരു ഭംഗി തോന്നണില്ല, ഇച്ചിരിയോടെ നല്ല ബ്രൈറ്റ് കളറായിരുന്നു, നിനക്ക് ലുക്കായിരുന്നു എന്ന് പറയും. അപ്പോൾ പിന്നെ നമ്മൾ ഒന്നോടെ ചിന്തിക്കും, സാരി കൊണ്ടിട്ട് മാറിയിട്ട് വരണോ, അതോ നീ ചുരിദാർ ഇട്ടിട്ട് വരണോ, വേറെ സാരി എടുത്തു കൊടുക്കണോ എന്നിങ്ങനെ ചിന്ത. അതെല്ലാം നിങ്ങളുടെ എല്ലാം മനസ്സിലുണ്ടാകാറില്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ചെയ്തിരിക്കുമ്പോഴായിരിക്കും ഇതിങ്ങനെ ഇടയ്ക്ക് ഓരോ ഇത് വരണേ. അതേപോലെ ചിലർ പറയും, ഇതെന്താ ഇങ്ങനെ വണ്ണമൊക്കെ വെച്ച്, ഇന്നാൾ നല്ല രസമായിരുന്നു കേട്ടോ, ഇന്നാൾ പാകമായിരുന്നു എൻ്റെ വണ്ണമൊക്കെ, ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇപ്പം അപ്പടി തടിച്ചു, ഒരു ശേലില്ല, നല്ല ഇത് പോയി എന്ന് പറയും. ചിലർ അയ്യോ അപ്പടി മെലിഞ്ഞു പോയി, ഒരു രസമില്ല, ഇച്ചിരി വണ്ണം വെച്ചിരിക്കണം കേട്ടോ നല്ലത് എന്നിങ്ങനെ പറയും. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ മിക്കവരും തന്നെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കും, ഇല്ലേ? അതേപോലെ ഏതെങ്കിലും പിള്ളേരൊക്കെ മാർക്ക് മേടിച്ച് കഴിയുമ്പോൾ പറയും, കുറച്ച് പേര് പറയും മിടുക്കൻ കേട്ടോ എന്ന് പറയുമ്പോൾ ചിലത് പറയും, എടാ കോപ്പി അടിച്ചാണോടാ മാർക്ക് മേടിച്ചേ, തമാശക്കാണേലും പറയും. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മൾ വലിയ കാര്യമായിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ ചെന്ന് പറയുന്നത്, അപ്പോഴായിരിക്കും എടുത്തടിച്ച കണക്ക് മറുപടി വരുന്നത്. അതേപോലെ നമ്മൾ പറയും കണ്ണ് കിട്ടുക എന്ന് പറയില്ലേ? നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി സന്തോഷിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മളെ ആൾക്കാർ പറഞ്ഞാൽ കേട്ടിട്ടില്ലേ, അയ്യോ ഒത്തിരി സന്തോഷിക്കണ്ട കേട്ടോ, എന്നെയെങ്കിലും സങ്കടം ഉടനെ തന്നെ വരാനുണ്ട്, അതുകൊണ്ട് നമുക്ക് കണ്ണ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാന്ന് പറയും, അതുകൊണ്ട് ചിരിക്കണ്ടെന്ന് പറയും. എന്തൊരവസ്ഥയല്ലേ, നമുക്ക് ചിരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല. നമ്മളെ അതും കൂടെ അങ്ങോട്ട് പിടിച്ചു വെക്കുകയാണ്. നമ്മൾ ഈ ഒരു പേടിക്കകത്താണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത്. നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു ഗുഹയ്ക്കകത്ത് നമ്മളിട്ട് അടച്ചു വെച്ചേക്കുവാണ്. നമ്മളെപ്പോഴും ഇങ്ങനെ പോസിറ്റീവിനെ കുറിച്ച് ചിന്തിക്കാൻ വരെ നമുക്ക് പേടിയാണ്. ഒരു കാര്യങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ട് ചെയ്യാൻ പോലും ഭയങ്കര ഭയമല്ലേ നമുക്ക് പലപ്പോഴും. ഞാൻ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്, നമ്മുടെ മക്കളൊക്കെ ഇച്ചിരി വണ്ണം വെച്ചൊക്കെ ഇരിക്കുകയാണ്, ഉടനെ നമ്മൾ കയ്യിൽ ചരടൊക്കെ കെട്ടി കണ്ണ് കിട്ടാണ്ടിരിക്കാനാണെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പലതും ചെയ്യാറില്ല, അല്ലേ? ശരിയാ, ഞാനും ഇപ്പോൾ കയ്യിൽ ചരട് കിട്ടിയിട്ടുണ്ട്. ഞാൻ വേറൊരു ഉദ്ദേശത്തിൽ കിട്ടി. ഇങ്ങനെയാണ് ഓരോ സമയത്തും ഓരോ കാര്യങ്ങളും ഇങ്ങനെ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ എന്തെന്നാ പറയണേ, പോസിറ്റീവും നെഗറ്റീവുമായിട്ട് നമ്മളെ ഇങ്ങനെ. അതേപോലെ ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞ സ്വഭാവം ഉണ്ടല്ലോ, ഇത് നമ്മളിലും ഉണ്ട്. നമുക്കിപ്പോൾ ഉദാഹരണമായിട്ട് ഒരു 10 സ്വഭാവ ഗുണങ്ങളുണ്ടെന്ന് വെച്ചോ, അതിനകത്ത് 2 എണ്ണമെങ്കിലും നെഗറ്റീവായിരിക്കും. 10 എണ്ണം നല്ല ഗുണങ്ങളാണെന്ന് പറഞ്ഞ് നമ്മളിരിക്കുന്നതിനകത്ത് അതിന് 2 എണ്ണമെങ്കിലും ഒരു നെഗറ്റീവ് ഗുണമായിരിക്കും നമ്മുടെ ഉള്ളിലുള്ളത്. അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിച്ചു നോക്കിയാൽ അവർക്ക് ഒത്തിരി ഗുണങ്ങൾ കാണും, പക്ഷെ അതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കുറച്ച് വശങ്ങൾ അത് നമ്മുടെ വീട്ടിലുള്ളവരിലും കാണും. അതാ അതിൻ്റെ പ്രത്യേകത. പക്ഷെ ഇവരിങ്ങനെ വാതോരാണ്ട് ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. പക്ഷെ അത് മറ്റുള്ളവർക്ക് വേദന എടുക്കണുണ്ടോന്നോ മറ്റുള്ളവരുടെ മനസ്സിനെ കുത്തുന്ന വാക്കുകളാണെന്നോ ഇവരറിയില്ല. ഒത്തിരി പേരുണ്ട് മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ നെഗറ്റീവ് പറയുന്നവരുണ്ട്. ഒരു ഗ്യാങ്ങിനകത്ത് കൂടിക്കഴിയുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് മോശമായിട്ട് സംസാരിക്കണ നെഗറ്റീവ് പറയുന്നവരും ഉണ്ട്. അവർ വലിയ പുള്ളികളായിട്ട് നിന്ന് സംസാരിക്കണം, പക്ഷെ അതിനകത്ത് ഒരു പുള്ളിത്തരവും ഇല്ല, ചുമ്മാ എന്നാന്ന് പറഞ്ഞാൽ വായി തോന്നിയത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാവണമെന്ന്, ചിലപ്പം വേദനിപ്പിക്കുന്നതിലൊരു സുഖം കാണുന്നവരും ഉണ്ടായിരിക്കാം. ചിലരുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞ് വലിയ ആള് കളിക്കുക. എനിക്കറിയാവുന്ന ഒരാളുടെ പല്ലിങ്ങനെ പൊങ്ങിയിരിക്കണ ഒരു കൊച്ചൻ്റെ ഇപ്പം നേരെ കമ്പിയൊക്കെ ഇട്ട് ആ കൊച്ചു നടന്നു പോകുമ്പോൾ പറയും, അയ്യോ ഓട്ടോറിക്ഷ തട്ടാതെ നോക്കണം കേട്ടോ, വലിയ തമാശയ്ക്ക് പറയുന്നതാണ്. പക്ഷെ അത് ആ കുട്ടിക്ക് എന്തുമാത്രം വേദന ഉണ്ടാകുന്നു എന്ന് ഇവരറിയുന്നേയില്ല. ഇങ്ങനെയുള്ള എന്നാന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ബലഹീനത അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നോവിച്ചുള്ള കമന്റുകൾ പറയുക എന്നുള്ളത് ഒരു സ്വഭാവ മനുഷ്യന് അവനിലെ തന്നെ കുറ്റങ്ങൾ അവൻ അറിയുന്നില്ല എന്നുള്ളതാണ്. അവരെല്ലാം തികഞ്ഞ അന്നർത്ഥണ്ട ഈ പറയുന്നത്.
ഈ പറയുന്ന ഓരോരുത്തരും അങ്ങനെയല്ലേ, എല്ലാം തികഞ്ഞ് പിന്നെ ഒന്നും ദൈവം സൃഷ്ടിച്ചതിലെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്ന വ്യക്തികളായിട്ടാണ് ഇവർ എന്ന് പറയുന്നത്. നമ്മളിലുള്ള നെഗറ്റീവുകളൊന്നും ഇവർ കാണണമില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ശരിയല്ലേ ഞാൻ പറഞ്ഞതെന്ന്. അതേപോലെ ചിലരുണ്ട് കേട്ടോ, ഈ ഒരു കാര്യമുണ്ട്, ഈ നെഗറ്റീവ് പറയണവരുടെ ഇവർ അറിഞ്ഞു പറയണവരുണ്ട്, അറിയാതെ പറയണവരുണ്ട്. അത് അവരുടെ സാഹചര്യം, ജീവിതം, വിദ്യാഭ്യാസം, അവരുടെ മാതാപിതാക്കൾ, ഇതെല്ലാം ഈ കുടുംബ പശ്ചാത്തലം ഒക്കെ ഇതിനകത്ത് പെടും കേട്ടോ. അവരുടെ വീട്ടിൽ ഈ നെഗറ്റീവ് പറഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവർ ഈ നെഗറ്റീവ് പറയാൻ ശ്രമിക്കുന്നത്. അവരുടെ ആ സാഹചര്യത്തിൽ ഇങ്ങനെ എല്ലാവരും ഈ നെഗറ്റീവ്, മിക്കവാറും നെഗറ്റീവ് ആയിരിക്കും അവരെല്ലാം കൂടെ കിടന്ന് പറയണം. അപ്പം എന്നാ പറഞ്ഞാലും എന്നെ ചുമ്മാ ഒരു തുണി അലക്കി വെയിലത്തിട്ടാൽ പോലും ഇവർ പറയും, ഇന്ന് മഴ പെയ്യും കേട്ടോ, ഇന്നിപ്പോൾ തുണി അലക്കിയ ദിവസം മഴ പെയ്യും. ചുമ്മാ തമാശക്കാണേലും പറഞ്ഞേക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇവർക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു സ്വഭാവ സവിശേഷത. പിന്നെ വേറൊരു കൂട്ടരുണ്ട്, കമൻറ്റുകളിലൂടെ കൂടെ മനുഷ്യനെ വേദനിപ്പിക്കുന്നത്. അത് നമ്മൾ സോഷ്യൽ മീഡിയയിലാണ് കാണാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ഈ കഴിഞ്ഞ സുരേഷ് ഗോപിയുടെ ഒക്കെ അവസ്ഥ ഒന്ന് കണ്ടു നോക്കി. മനുഷ്യനെ സത്യം എന്തെന്ന് പോലും അറിയാതെ അവരെ എന്നാ പറയണേ, ഈ മനുഷ്യർക്കൊന്നും ഈ വ്യക്തിനെ അറിയത്തില്ല, എങ്കിലും കമൻറ്റുകൾ ഇട്ട് ആ മനുഷ്യനെ പരമാവധി തളർത്തിക്കളയാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് പറയുന്ന കുറേ ആൾക്കാരിങ്ങനെയുണ്ട്, കമൻറ്റുകളിലൂടെയും അല്ലാതെയും ഒക്കെ. എന്ത് സുഖം കിട്ടാനാ അതുകൊണ്ട്. ഇങ്ങനെ കുറേ വാക്കുകൾ എഴുതി വിട്ടിട്ടുണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണം വരാൻ പോകുന്നുണ്ടോ? ഇല്ലേ? ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾ. മനുഷ്യൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കമൻറ്റ്. അല്ലെ ചിലരുണ്ട് കേട്ടോ, അവന് നമ്മുടെ ശരീരത്തിൻ്റെ വണ്ണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച്, സൗന്ദര്യത്തെക്കുറിച്ച്, തലമുടിയെക്കുറിച്ച്, എന്നെയൊക്കെ കഷണ്ടി എന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. കഷണ്ടി കയറിയിട്ടുണ്ട്, കഷണ്ടി കേട്ടോ എന്നൊക്കെ പറയും. ഞാനത് മൈൻഡ് ചെയ്യില്ല. അതാ ചെയ്യേണ്ട മാർഗം കേട്ടോ. നമ്മളത് മൈൻഡ് ചെയ്ത് നമ്മൾ പുഞ്ചിരിച്ചോണ്ട് അതിനെയൊക്കെ തട്ടിക്കളഞ്ഞേക്കുക. ആരെന്ത് പറഞ്ഞാലും അതിനെയൊക്കെ അങ്ങ് എന്നാന്ന് പറയണേ, നമ്മളൊക്കെ നമ്മുടെ മനസ്സിനെ കൊള്ളുന്നതാണെങ്കിൽ നമ്മളൊന്ന് പുഞ്ചിരിച്ചേക്കുക. ആ പുഞ്ചിരിയുള്ള ഏറ്റവും നല്ല മറുപടി അതിനുള്ള. പുഞ്ചിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനോർക്കുമ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് അവക്കല്ലെങ്കിൽ അവൻ ഏറ്റില്ലല്ലോ എന്ന് വിചാരിക്കും. 2 പ്രാവശ്യം കൂടെ നമ്മളോട് പറയാൻ വരും. എന്തെങ്കിലും കാര്യം പറഞ്ഞ് നമ്മളെ താത്തി കെട്ടണവരുണ്ടല്ലോ, 2 പ്രാവശ്യം കൂടെ നമ്മളോട് പറയാം. അപ്പോഴും നമ്മൾ പുഞ്ചിരിച്ചേക്കുക. അപ്പോൾ അല്ല അതിനും മറുപടി കൊടുക്കാൻ പോയാൽ അവൻ ഏറ്റു, ഞാൻ പറഞ്ഞതിന് അവൻ മറുപടി തന്നല്ലോ, ഏറ്റൊന്ന് പിന്നെയും പറയാൻ പോകും. നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരുന്ന് നോക്കി, അത് ആ വഴി അങ്ങ് പൊക്കോളും. കുറേ ദിവസമായി കഴിയുമ്പോൾ പിന്നെ നമ്മളോട് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് ഓർത്തുകൊണ്ട് ഈ കുശുമ്പ് പിടിച്ച് ഞങ്ങൾ നിർത്തിക്കോളും, സ്വയം നിർത്തിക്കോളും. അതാ വേണ്ട, അല്ലാണ്ട് വേറൊരു മാർഗവും ഇല്ല ഇത് നിർത്താൻ. ഇതിങ്ങനെ ഇവർക്ക് ജന്മനാ ഉള്ള ഒരു സ്വഭാവമാണ് ഇതല്ലെങ്കിൽ അവർ ബോധപൂർവം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ അവരുടെ ഉള്ളിൽ അവർ പാകപ്പെടുത്തിയെടുക്കണം. അതവർ ചെയ്താൽ മാത്രമേ അത് കുറഞ്ഞു വരുള്ളൂ. അല്ലെങ്കിൽ കേൾക്കുന്നവർ ബുദ്ധിപൂർവ്വം മൈൻഡ് ചെയ്യാണ്ട് പോകുക. കേൾക്കുന്നവർക്കാണ് ഏറ്റവും ഒരു പുഞ്ചിരിയോടുകൂടി അങ്ങ് പൊയ്ക്കൊള്ളുക. നമ്മളെ ഇത് ബാധിക്കണ കേസല്ലല്ലോ. അതേപോലെ നെഗറ്റീവ് ഒന്നും നമ്മളെ ബാധിക്കില്ല. നമ്മൾ പോസിറ്റീവായിട്ടിരുന്നാൽ എവിടെ നെഗറ്റീവ് ബാധിക്കാനോ നമ്മൾ ഫുൾ പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കുക. എന്നാ പറഞ്ഞ ഇരുമ്പ് കവചത്തിനുള്ളിലാണ് ഇരിക്കും പോലെ പോസിറ്റീവിനകത്ത് നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ അത് ബാധിക്കില്ല. ആരെങ്കിലും പറയണവർ പറഞ്ഞിട്ട് പോകട്ടെ, അവന് സമയമുള്ളപ്പോൾ. പിന്നെ നമ്മൾ ചെളിവെള്ളം കാണുമ്പോൾ നമ്മൾ എന്നാ കാണിക്കണേ, നമ്മൾ ആ സൈഡ് മാറി അങ്ങ് നടന്നങ്ങ് പോവില്ലേ. റോഡിൽ ചെളി കിടക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേ ചെളി ഇല്ലാത്തതെന്ന് വെച്ചാൽ ആ സൈഡ് പറ്റി നമ്മൾ പോവില്ലേ. അതുപോലെ ഈ കൂട്ടരെ കാണുമ്പോൾ നമ്മൾ പതുക്കെ സൈഡ് പറ്റി അങ്ങ് പോയേക്കുക. ഒരു പുഞ്ചിരിയോടുകൂടി അങ്ങ് പോയേക്കുക. അത്ര കേസേ ഉള്ളൂ. അല്ലാണ്ട് എല്ലാവരെയും, ലോകത്തിനുള്ള എല്ലാവരും നമുക്ക് നന്നാക്കാനൊന്നും സാധിക്കില്ല. ബഹുജനം പലവിധം എന്നല്ലേ പറയണേ. അപ്പം ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് പറയണവരോട് ഇത്രയേ നമുക്കൊക്കെ പറയാനുള്ളൂ. എൻ്റെ അനുഭവത്തിലും ഇങ്ങനെയൊക്കെ ഒത്തിരി നെഗറ്റീവ് കമൻറ്റുകൾ കേട്ടിട്ടുണ്ട്. കേട്ടവരെ എനിക്കറിയാം. ഒത്തിരി വിഷമിച്ച, അധികവും നമ്മൾ സുന്ദരികളായിട്ട് ഇറങ്ങണ പെണ്ണുങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സുന്ദരന്മാരായിട്ട് പോകുന്ന ആൺപിള്ളേരെ കുറിച്ചും ഒക്കെ അധികവും പറയുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ നല്ല മേക്കപ്പ് കിട്ടി നല്ല സുന്ദരികളുമായിട്ട് പോകുമ്പോഴാണ് ഇവരുടെ ഉള്ളിലൊരു ചെറിയ കുത്തുവൻ. ഇവർക്കത് സാധിക്കണില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഇവർക്കത് പറ്റില്ലാത്ത കാര്യം മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഇവരുടെ മനസ്സിൽ എന്നാ കുശുമ്പ്, അസൂയ എന്നൊക്കെ പറയില്ല. ആ സാധനം ഉണ്ടാകുമ്പോഴാണ് ഇത് പുറത്തേക്ക് വരുന്നത്. ഒട്ടനെ ചാടിപ്പറയും. നമ്മളെങ്ങനെയാ താത്തിക്കെട്ടേണ്ടതെന്ന് ഓർത്തോണ്ട് ചാടിപ്പറയണം. അതൊന്നും നിങ്ങൾ ആരും മൈൻഡ് ചെയ്യേണ്ട. ഇങ്ങനെയുള്ളവർ പറയുമ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു പുഞ്ചിരി അതിൽ ഒതുക്കിക്കൊള്ളുക. അല്ലാണ്ട് ഇതിനൊന്നും മറുപടി കൊടുക്കണ്ട. എല്ലാവർക്കും ഇപ്പം മറുപടി കൊടുക്കാൻ പറ്റും. അത്രേ ഉള്ളൂ ഇതിന് മാർഗം.
അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.